ഞാനും കണ്ടില്ലേ, ക്രിസും ദിവ്യയും കണ്ടിട്ട് 500 ദിവസം തികഞ്ഞു. ആദ്യത്തെ ദിവസം പുള്ളിക്കാരി സെറ്റിൽ വന്നിട്ടേ ഇല്ല. എങ്ങനെയാണോ ഓക്കെ, നോ പ്രോബ്ലം. സന്തോഷമല്ലോ. അങ്ങനെയൊക്കെ പുതിയ കഥ വരുമ്പം എനിക്കൊരു പ്രചോദനം വരും. ഇനി കഥ എഴുതുമ്പോൾ ഇതിനകത്ത് ഒരുപാട് വരുമാനം ഞങ്ങൾക്കാണ് കിട്ടുന്നത് ഉള്ളൊരു കുറേ തെറ്റിദ്ധാരണകളുണ്ട്. നമ്മളെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ അത്രേ ഇട്ടിട്ടുള്ളൂ, പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഫേസ്ബുക്ക് നോക്കിയാൽ അറിയാം, ഇൻസ്റ്റാ നോക്കിയാൽ അറിയാം നമ്മൾ എത്ര പോലെ നമ്മുടെ കല്യാണ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താ എല്ലാവർക്കും ഉണ്ട് തെറ്റിദ്ധാരണ. ഒരുപാട് വരുമാനം. വളാഞ്ചേരിയോ ആ ഏരിയ നോർത്ത് എവിടെ നിന്നോ ഒരാൾ വിളിച്ചിട്ട് ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട്, ഒരു 5000 രൂപ ഇട്ടേന്ന്. എന്ത് ന്യായത്തിലാന്ന് എനിക്കറിയില്ല. പിന്നെ ഓരോ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരു കോടീശ്വരനാണ്, ചോദിച്ച ഉടനെ തന്നെ കോടികൾ എടുത്തു. ഞാൻ സാധാരണ ഒരു മനുഷ്യൻ. അല്ല, ഇതിനകത്ത് ചാനലുകാർ കുറെ ഇടുന്നുണ്ടല്ലോ. കാരണം ഇവര് കോടീശ്വരനാണ്, ഏട്ടൻ കോടീശ്വരർക്ക് പണം കണ്ടിട്ടാണ്. ആ ഒരു ബേസിൽ ഒരുപാട് ആൾക്കാർ പൈസ ചോദിക്കുന്നവരുണ്ട്. ഏട്ടൻ എപ്പോഴും പറഞ്ഞു അക്കൗണ്ട് നോക്കി ഏത് ബാങ്കിലാന്ന് പോയി ഒന്ന് അന്വേഷിക്കുക, എവിടെയാണ് അക്കൗണ്ട് ഉള്ളത്, ബാലൻസ് എത്രയുണ്ടെന്ന് ചോദിക്കുന്നു. അല്ല, ഇപ്പോ ഞാൻ വക്കീലാണോ എന്ന് സംശയം തോന്നി ഏതെല്ലാം യൂട്യൂബ് ചാനൽ ബാർ അസോസിയേഷനിൽ വിളിച്ച് ചോദിച്ചു. അപ്പോൾ സെക്രട്ടറി ചോദിച്ചു എന്താ ഞാൻ പറയണ്ടത്. ഞാൻ പറഞ്ഞു ഉള്ളത് പറഞ്ഞു, അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ ബാങ്ക് മാനേജറും കൂടെ വിളിച്ചോട്ടെ, അവർക്കൊരു ഇതായിക്കോട്ടെ. ഒരു 2 മാസമായിട്ടും ഈ ഒരു സോഷ്യൽ മീഡിയ ത്രൂ ഉള്ള ഒരു എന്താ പറയാ ഇതുവരെ തീർന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അത് നമ്മൾ തീർന്നില്ലല്ലോ, പിന്നെ തീരും. നമ്മൾ ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നു, നിങ്ങൾ ഞങ്ങൾക്ക് മുന്നേ വന്നു. ഇനിയിപ്പോ ഇതിനുള്ളത് ഞങ്ങളല്ലേ കേൾക്കണ്ടേ? നിങ്ങൾക്ക് വ്യൂ, ഞങ്ങൾക്ക് തരും. അവർക്കൊരു സന്തോഷം, അവരുടെ ഫ്രസ്ട്രേഷൻ കഴിഞ്ഞു. ശേഷം ഫസ്റ്റാണ് ഞാൻ, ഫസ്റ്റാണ്. ഏട്ടൻ പിന്നെ ഒരുപാട് പോകുന്നല്ലേ. നമ്മൾ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് ഒരു പ്രഭാഷണം തൃത്താലയിൽ പ്രഭാഷണം കഴിഞ്ഞു, നന്നായിട്ട് പോയി. ഇപ്പോൾ ഇനി അടുത്ത കണ്ണൂർ വരുന്നുണ്ട് പ്രഭാഷണം. അപ്പം അങ്ങനെയൊക്കെ നന്നായിട്ട് പോകും. ന്യൂ ഇയർ എങ്ങനെ ആഘോഷിക്കാനാ? നമ്മള് ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങാൻ തീരുമാനിച്ചു. അത്ര ടയേർഡാണ്. സുഖമായിട്ട് ഉറങ്ങി കണ്ണ് തുറക്കുമ്പോൾ പുതിയ വർഷം നൈസ്. പൊതുവേ ഞാൻ വേറൊരു ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, അതായത് ന്യൂ ഇയർ ബോധം പോയി ആഘോഷിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു വിളക്ക് കൊളുത്തി ആഘോഷിക്കാൻ താല്പര്യം. പുതിയ വർഷം വന്നു, ഒരു വിളക്ക് കൊളുത്തി നമുക്ക് മനസ്സുകൊണ്ട് നല്ലതുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാനൊരു ആഗ്രഹം. അത് എല്ലാ വർഷവും അങ്ങനെയാണ്, ഈ വർഷവും അങ്ങനെ ആവും. പുതിയ തീരുമാനങ്ങൾ എന്തെങ്കിലും ഒന്നും പറയില്ല. കുറെ തീരുമാനങ്ങളുണ്ട്, ചിലത് നടക്കൂല. അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ചെയ്യണം, നമ്മൾ പറ്റുന്നത് മാക്സിമം ചെയ്യണം. ചിലതൊക്കെ അച്ചിട്ടാണ്. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമ്മുടെ നല്ല സന്തോഷത്തോടു കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം നടക്കും. അത് അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ വിശ്വസിക്കട്ടെ. അതുകൊണ്ട് ഒന്നും പറയില്ല. അതില് ഭഗവത്ഗീതയിലൊരു പെർട്ടിക്കുലർ വേഴ്സ് പറയുന്നത്, ഉത്തരേതാത്മനാത്മാനം നത്മാനം അവസാധേത് ആത്മൈവഹി ആത്മനോപൻതുരാത്മൈവരിപുരാത്മന. നമ്മൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ തന്നെ, തോറ്റിട്ടുണ്ടെങ്കിലും കാരണം നമ്മൾ തന്നെ. കാരണം നമ്മളാണ് ഏറ്റവും നല്ല മിത്രം, നമ്മളായിരിക്കും ഏറ്റവും വലിയ ശത്രു. ആ റൂൾ അപ്ലൈസ് ടു എവറിത്തിങ്. നമ്മൾ തീരുമാനിച്ചു നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നടക്കും, ചെയ്താൽ മതി. താങ്ക് യു വെരി മച്ച്. അടിച്ചു പൊളിക്കും. ഇല്ല അല്ല, ഈ അടിച്ചുപൊളി എന്നുള്ള വാക്കെല്ലാം ഞാൻ ഭയങ്കര അടിപൊളി അതൊന്നുമില്ല. ചെത്ത് കൊലമാസം അതൊന്നുമില്ല. നല്ലൊരു വർഷമാവട്ടെ. നല്ലൊരു വർഷം. ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിരുന്നോന്ന് ചോദിക്കും. ഞാൻ റോഡിലുള്ള ട്രാഫിക്കും പുള്ളിക്കാരി ഉറക്കത്തിലെ സ്വപ്നമാണ് കണ്ടുകൊണ്ടിരുന്നത് 2 ദിവസമായിട്ട്. താല്പര്യം ഒത്തിരി ഉണ്ട്. പോവാൻ ആരെങ്കിലൊക്കെ സമ്മതിക്കണ്ടേ? വർക്കുണ്ട് എല്ലാവർക്കും. എല്ലാ സമയത്തും നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്ത് പോവും. ഇനി എന്തായാലും ന്യൂ ഇയറിൽ നമുക്ക് സിനിമ കാണട്ടെ. ഒരുപാട് വയലൻസ് ഒക്കെ കണ്ടിട്ട് കാണാൻ പോകുമ്പോ എല്ലാവരും വിളിക്കും. അപ്പൊ അവിടെ വന്നാൽ മതി.
കാണണം, മൂവീസ് എല്ലാം കാണണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മൂവീസ് ഇഷ്ടമാണ്, കാണും, തീർച്ചയായിട്ടും കാണും. മലയാള സിനിമയിൽ പുതിയൊരു വഴിത്തിരിവാണ് മാർക്കോ എന്നാണ് പറയുന്നത്. ന്യൂസിൽ കൂടെ ഒക്കെ അറിഞ്ഞു. എല്ലാ സിനിമയ്ക്കും നമ്മൾ ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇത് ഒരു പുതിയൊരു ട്രീറ്റ്മെൻ്റ് ആണ്, ഇതൊരു വഴിത്തിരിവാണ്. ഇത് കഴിഞ്ഞാൽ മലയാള സിനിമ മാറി. എൻ്റെ അടുത്ത് ഒരിക്കൽ ഏതോ ഒരു ഡിസ്കഷനിൽ ചോദിച്ചിരുന്നു, റസൂൽ പൂക്കുറ്റി, അദ്ദേഹത്തിന് ശേഷമുള്ള മലയാള സിനിമ, അദ്ദേഹത്തിന് മുന്നേ ഉള്ള മലയാള സിനിമ. അപ്പം ഞാൻ ചോദിച്ചു, 85-ൽ സിനിമാ സ്കോപ്പിൽ അപ്പച്ചൻ്റെ പ്രൊഡക്ഷനിലുണ്ടായിട്ടുള്ള പടയോട്ടത്തിലെ സൗണ്ടിന് ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. അന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമമാണ് ചെയ്തത്. അതിന് മുന്നേ നമുക്ക് ഫിക്ഷണൽ മൂവീസും മറ്റേ പറക്കുന്ന ആൾക്കാരും എല്ലാം CG ഇല്ലാതെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വഴിത്തിരിവായിരുന്നു. എല്ലാം ഓരോ സിനിമയും വഴിത്തിരിവാണ്. ഓരോന്നും ഓരോ ഇമ്പ്രൂവ്മെൻ്റ് ആണ്, ഓരോ ചുവടല്ല. അതെടുക്കും, അടുത്തേക്ക് ഇനിയും ബെറ്ററാവും. ഇനിയിപ്പോൾ AI ജയനൊക്കെ തിരിച്ചു വരും. അപ്പോൾ ജയൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടുമല്ലോ. അപ്പോൾ എല്ലാം വഴിത്തിരിവ് തന്നെയാണ്. ഓരോന്നും ഓരോ മൈൽ സ്റ്റോണാണ്. ഇപ്പോൾ മാർക്കോ ഇപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു ബോൾഡ് നേച്ചർ അത് ഇനിയും മാറും. നല്ല രീതിയിൽ ഇനിയും അടുത്ത ലെവലിൽ ഇനിയും നന്നായിട്ട് ചെയ്യണം. നമ്മുടെ റേഡിയോയിൽ ഞങ്ങൾക്കൊരു റൂളുണ്ട്, ദ ബെസ്റ്റ് ഷോ യു ഹാവ് എവർ ഡൺ ഇസ് ദ ലാസ്റ്റ് വൺ. ഞാനിപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത ഷോ ആണ് ഏറ്റവും നല്ലത്. അത് നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത. അതുപോലെ മാർക്കോ ഇതൊരു പുതിയൊരു വഴിത്തിരിവായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ സിനിമകൾ വരും. മക്കളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കും. ട്രിവാൻഡ്രത്ത് ടൊവിനോ വന്നിട്ടുണ്ടായിരുന്നല്ലോ. മോൾക്ക് ടൊവിനോ കാണുന്നത് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. മോളിപ്പോൾ കണ്ണൂരല്ലേ? കണ്ണൂരാണോ? ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞിടയ്ക്ക് ടൊവിനോ. നമ്മൾ വേണ്ടേ? ഞങ്ങൾ 24th പോയതാണ്. 24th വർക്കലയിൽ അവാർഡ് കഴിഞ്ഞ് നേരെ ഊട്ടിയിലേക്ക് പോയി. അവിടുന്ന് പ്രഭാഷണം കഴിഞ്ഞ് അവിടുന്ന് കണ്ണൂർ പോയി. ഇന്നലെ കൊച്ചി വന്നു. കൊച്ചിയിൽ നിന്ന് രാത്രി എത്തി. രാവിലെ 4 മണിക്കല്ലേ എത്തിയത്? 4 മണിക്ക്. ഇന്ന് രാവിലെ 4 മണിക്ക്. നെക്സ്റ്റ് ടൈം കാണാം. അതെ, നമുക്ക് ആ സമയം ആകുമ്പോൾ നമ്മൾ കാണും. തീർച്ചയായിട്ടും കാണും. 2024 പോലെയല്ല, 25-ൽ കുറെ പ്ലാനും ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ചെറിയൊരു ആഗ്രഹമുണ്ട്. അതായത് ഇപ്പം നിങ്ങളൊക്കെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്ന് കോപ്പി അടിച്ച് കട്ട് ചെയ്തിട്ടിട്ട് ദാ കണ്ടോ ഇവർ പറയുന്നത് കേട്ടോ എന്ന് പറയുന്നത് 2025-ലെങ്കിലും ഇല്ലാണ്ടിരിക്കും എന്നൊരു ആഗ്രഹം. കാരണം നേരിട്ട് ചോദിക്കുന്നത് പറയാൻ ഞങ്ങൾ റെഡിയാണ്. കാണാൻ ആഗ്രഹമുള്ളവർ കാണാം, കാണാണ്ടാത്തവർ കാണണ്ട, പ്രശ്നമൊന്നുമില്ല. അയ്യോ ദേ പിന്നെയും വന്നു, ഞങ്ങൾ കാണാൻ പറഞ്ഞില്ല, നിർബന്ധമില്ല. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നവർ 2025-ലെങ്കിലും ആ ചേഞ്ച് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞങ്ങൾക്ക് ഒരു വിരോധമില്ല ആരോടും, സന്തോഷമേ ഉള്ളൂ. ട്രിപ്പൊക്കെ പോയോ? പോയി, ഊട്ടി പോയി. അത് പോയി. ഇനിയിപ്പോ അല്ല, അതിപ്പോ അതൊന്നും അല്ല, നിങ്ങൾ ഉദ്ദേശിച്ചതൊന്നല്ല. ഊട്ടി മക്കളും എല്ലാവരും ആയി പോയി. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇപ്പം ഒരുപാട് കുറഞ്ഞെന്ന് തോന്നുന്നില്ലേ? അല്ല, ഉണ്ട്. ഇപ്പം വന്നിട്ടുണ്ട്. ഇപ്പം ആദ്യം ഒരുപാട് വരാൻ തുടങ്ങി, വീണ്ടും വരാൻ തുടങ്ങി. ഞാൻ പിന്നെ ഇപ്പം ഇതുപോലെ എടുക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ കാണലില്ല. ഒന്ന് ജസ്റ്റ് നോക്കും, കമന്റ് മോശമാണ് പിന്നെ വിടും. ഒരുപാടുണ്ട് കമന്റ്. പറയട്ടെ, കമന്റിന് പേടിയല്ല, ഈ സംസ്കാരമില്ലായ്മ നമ്മൾ വായിച്ച് നമ്മളും കൂടെ എന്തിനാ വെറുതെ അഫക്റ്റഡ് ആവും. അവർക്കില്ല, ഓക്കെ ഫൈൻ, അവരിടുന്നു, ഇട്ടോട്ടെ. അതും ഈ ഇടുന്ന ആൾക്കാർക്ക് സ്വന്തം പേര് വെച്ചിട്ട് ഇടാൻ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഫേക്ക് ID ഉണ്ടാക്കി എത്ര കഷ്ടപ്പെടുന്നുണ്ട് ഒരു കമന്റ് ഇടാൻ വേണ്ടിയിട്ട്. അത് ഒരു പോസ്റ്റ് പോലും ഇല്ലാതെ 2-3 ഫോളോവേഴ്സ് വെച്ചിട്ടുള്ള ID എന്നൊക്കെ ഈ മലയാള ഭാഷയിൽ ഇല്ലാത്ത തെറി കണ്ടുപിടിച്ച് അവരത് പോലും അറിയാത്ത ആൾക്കാർ, എഴുതാൻ പോലും അറിയില്ല. ഡായും ഉണ്ടായും തമ്മിൽ വ്യത്യാസം അറിയാത്ത ആൾക്കാരാ. അപ്പൊ അങ്ങനെയുള്ളവരോടൊന്നും പറയാനൊന്നുമില്ല, അവർ ചെയ്യട്ടെ, ഓക്കെ. കാരണം ഈ ഫേക്ക് ID ചെയ്യുന്ന ആൾക്കാർക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്ന സാധനം വേണമല്ലോ. ഇപ്പോൾ എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇങ്ങനെയാണ്, ഇത് കുഞ്ഞുമോളാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. ഞങ്ങൾ കള്ളപ്പേരിലൊന്നും അല്ല നടക്കുന്നത്. ഈ കമന്റ് അടിക്കുന്നവർക്ക് മാത്രം ഈ ധൈര്യമില്ലായ്മ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവർക്ക് ഈ കള്ളപ്പേരിൽ വരണം, ആരും അറിയാത്ത ഒരു പേരിൽ വന്നിട്ട് കുറെ ചീത്ത വിളിക്കണം. എന്തിനാണ്? അല്ല, അത് തീർക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി വേറെ വഴി നോക്കണ്ടേ, തീരുന്നില്ല. എൻ്റെ പുതിയ സീരിയൽ ഇനി ആതിര സൂര്യയില് പുതിയ പ്രൊജക്ട്, അതിപ്പം 2020